വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദിസ വ്ലോഗ്സ്. പറയടാ ഇനിയെങ്കിലും പറയടാ. ഹായ് പറയ്. നമ്മൾ എവിടേക്കാ പോണേന്ന് ഹലോ എന്ന് പറയടാ. സി ഇങ്ങോട്ട് ഓക്കേ. വണ്ടി ഓടിച്ച് പോവാ. എങ്ങോട്ടാ പോണേ? വീട് മാറി പോവേ. ഏതോ ഒരു പ്രത്യേകതര ഭാഷയാണ്. എല്ലാവരുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ അത് പറയോ? എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുത്തേ. ഐ ലവ് യു. പ്രോഗ്രാം ചെയ്തേക്ക. ഐ ലവ് യു ഹസി. ഞാനും പഠിപ്പിച്ചു കൊടുത്തിട്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ കൊറേ നാൾക്ക് ശേഷം കല്യാണത്തിന്റെ തിരക്കും അത് ഇത് കൂട്ടിക്കൊണ്ടല്ല അത് ഇത് തിരക്ക് ആകെ ബഹളം മയൊക്കെ കഴിഞ്ഞ് കൊറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവിടേക്ക് എത്തിയേക്കണേ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അത് അന്ന് പോയില്ലേ? പക്ഷെ നമ്മൾ ഇന്നലെ വന്നു ഇങ്ങോട്ട്. അപ്പൊ നമുക്കിപ്പോ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ വീട് കുറെ നാളായി നമ്മളെ വീടിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും കാണിച്ചിട്ടില്ല. വീട് കണ്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. നീ സമയം കളയണ്ട. ഡ്രസ്സ് മാറാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീട് പണി നിർത്തി വെച്ചേക്കായിരുന്നു. കാരണം നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മൾ വരയ്ക്കായിരുന്നേ. അപ്പൊ അതിന്റെ കുറച്ചതായിട്ട് വീട് പണി നിർത്തി വെച്ചേക്കാം. അപ്പൊ നമ്മുടെ പണി അവിടെ വരെ എത്തി എന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പോവാം. എല്ലാരോടും വായോന്ന് പറയും. അവിടെ നോക്കി പറയും. ഓക്കെ, നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളത് ഇറങ്ങി. ഇത് കണ്ട മൈ ന്യൂ ചുരിദാർ അപ്പൊ നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങിയതേ. ഹസി ബേബി ഇതിൽ ഇറത്തിട്ട് ഡ്രസ്സ് പൊന്നു ഡ്രസ്സ് മാറി. ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ വന്ന ഡ്രസ്സ് അല്ലേ? അതെ, നല്ല ഡ്രസ്സ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാ. ഇത് കണ്ട എന്റെ അടിയിൽ ഒരു ഷാരാരാണ് പോലത്തെ ഷാളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇത് 658 കണ്ട. ഞാൻ ഓൺലൈനിൽ പേ ചെയ്തായിരുന്നു. ഇത് ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യാം. അപ്പൊ നമ്മള് പോവാണ് ഗൈസ് അല്ലെ? അമ്മിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മള് ആദ്യം പോവാം. ഹസ് ബേബി പോവല്ലേ? നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ്. അപ്പം അത് ആദ്യം പോയിട്ട് വാങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വീട്ടിലേക്ക് പോകാം. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അധികം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം നമുക്ക് സാധനങ്ങൾ വാങ്ങാം. എന്നിട്ടാ മേടിക്കാനുള്ളടി? കുറച്ച് സാധനങ്ങൾ അവിടെ ചെന്നിട്ട് നോക്കാം എന്നിട്ടൊക്കെ ഉള്ളതെന്ന്. അതുകൊണ്ട് വാങ്ങിട്ട് ഇറങ്ങാം. ഏത് നിനക്ക് ആ സോപ്പാ? എന്നിട്ട് ഉണ്ണിക്ക് സോപ്പ് എടുക്കാനാ? അവന് ഏത് സോപ്പല്ലോ കുളിക്കാറ്? ഓക്കെ, എന്നാ അതിലിട്ടോ കേട്ടോ. ഓക്കെ ഓക്കെ മതി. കിട്ടിയാ? ഞാൻ പറയണേന്ന് അവന് പ്രിങ്കിൾസാ? ഇല്ല കേട്ടോ ഹസി ബേബി, വേറെ മേടിച്ചു തരാം. അതാണ് മുമ്പ് മേടിച്ചിട്ടുണ്ടല്ലോ, അതാണ്. ബാ ബാ ബാ. ഇനി എന്നിട്ട് അമ്മച്ചിക്ക് മേടിക്കണ ചപ്പാത്തിയോ? എന്നിട്ട് അമ്മച്ചിക്ക് വേണ്ട? ചപ്പാത്തി എടുക്കും. ഇതാണ് ചാലക്കുടി മാർക്കറ്റ്. നമ്മൾ കുറച്ച് ചിപ്സും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ ചാലക്കുടി മാർക്കറ്റ്. ചാലക്കുടി മാർക്കറ്റിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പള്ളിയിലെ ചാലക്കുടി പള്ളി. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. എവിടേക്കാ ഹസി ബേബി? എങ്ങോട്ടാ പോണേന്ന്? ഏത് വീട്ടിലേക്ക് പോണേ? പൊന്നെ പുതിയ വീട് എവിടെയാ പണിയണേ? ഇത് കണ്ട, ഇതിന്റെ ഇവിടെ കണ്ട ഒരു കറുത്ത കളറ്, അത് അർമാദിച്ചേന്റെയാണ്. അത് ഓടി നടന്ന് വീണതാ. എവിടെയാ വീണ അമ്പോട് പറഞ്ഞേ? നേരെ നോക്ക്, അങ്ങോട്ട് നേരെ നോക്ക്. ഫ്രണ്ടിലേക്ക് നമ്മുടെ വീടിനുണ്ടല്ലോ ഓരോ വഴിക്കും ഓരോ വ്യൂ ആ. ഇത് 4 വഴിയുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളത്. ഓരോ വഴിക്കും ഓരോ വ്യൂ ആണ്. ചിരിച്ചു നിൽക്കണേ. ഇതാണ് നമ്മളുടെ വീട് കേട്ടോ. വായോ വായോ വായോ. ബാ 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 ബാ. ഉള്ളിക്ക് പോവാ ഗൈസ്. ഇത് നമുക്ക് ഇറങ്ങുമ്പോ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം വീടിന്റെ ഉള്ളിക്ക് പോവാം. ഓക്കെ ബാ. ഇങ്ങോട്ട് വായോ. എന്റെ വീട്ടിലേക്ക് ഞാൻ പോട്ടെ. ആരുടെ വീടാടാ? ഹസി ബേബിക്ക് ഇവിടെ കുളം വരൂടാ. മീനൊക്കെ പിടിച്ച് മീനൊക്കെ കളിക്കാം ഹസി ബേബിക്ക്. ഓക്കെ ഓക്കെ ഹസി.
നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യണോ, ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൂള് പോലെ ഉണ്ടാക്കണോ, ചെറിയ ഫൗണ്ടനൊക്കെ വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് ഈ സ്റ്റയറിൻ്റെ അടിയിൽ നിന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്കൊരു ബുദ്ധിപരമായ ഏതെങ്കിലും തീരുമാനത്തിലേക്ക് നമുക്ക് ഫൈനലായിട്ട് എത്താം. അല്ല ഡിന്നി മോളെ മോന്നിട്ട് കാണിക്കണേ. ബാ കേറിക്കോ ഇത് കാലും കേറിക്കോ വീരാണ്ട് കേറ് ഭയോ. അവിടെ ഇരിക്കണ്ട, പൊടിയുണ്ട്, നിറച്ചും പൊടിയുണ്ട്. ഇവിടെ ഇരിക്കാലോ എന്നാ ഹസി ഇരിക്കണ്ട, പൊടി അവിടെ ഇവിടെ 3 സീറ്റർ, ഇവിടെ കിടന്ന ടി വി കാണാൻ. കിടന്ന ടി വി കാണാനുള്ള ചെയർ എന്ന് പറഞ്ഞ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ചൈനയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചെയർ, അതുപോലത്തെ ചെയർ. പ്രയർ ഏരിയ എനിക്ക് ഇത്രയും ഏരിയ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത് എന്തിനാണ്? അങ്ങനെയാണ്, എനിക്ക് കാണുമ്പോ പ്രാർത്ഥിക്കാൻ തോന്നണം, അതിന് വേണ്ടിട്ടാണ്. ഞാൻ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇപ്പൊ അവൾക്കതില്ല, ഇനി തോന്നുമ്പോൾ അങ്ങനെ തോന്നിക്കണം, എനിക്കത് വരണം. ആണോ ബേബി? ആണോ? ഒക്കെ ആണ്. ഇവിടെയാണ് പ്രയർ ഏരിയ വരുന്ന ഈ സൈഡ്. കിഴക്ക് ഭാഗം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രയർ ഏരിയ വെക്കും. പക്ഷെ എനിക്ക് കിഴക്ക് തന്നെ വേണം, ഞാൻ പറഞ്ഞു കിഴക്കിൽ തന്നെ വേണം. മോനാ കയറിന്റെ ഉള്ളിൽ കിടന്ന് പിണഞ്ഞ് വീഴൂട്ടാ, വീഴും. ഇതാണ് കേട്ടോ ബെഡ്റൂം പറഞ്ഞത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നത് അല്ലേ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതൊക്കെ നീ പറഞ്ഞു ഇവിടുന്ന് പറയണേ. എന്തിനാ ഹസ് ബേബി? ഓമ്പോ അത് ബാത്റൂമാണ് പറഞ്ഞു, മനസ്സിലായേ? നിന്റെ ബാത്റൂം ആണോ? നിന്റെ ബാത്റൂം മുകളിൽ. ഇത് ഹസിലല്ല, ഡിന്നിടെയാ. അല്ലടാ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത്ര ഏരിയ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള പോണത് ഇവിടെ വേറെ റൂം. നമുക്ക് ഇവിടെ 2 റൂമാട്ടോ, ഇവിടെ ഒരു റൂമും അവിടെ ഒരു റൂമും പിന്നെ മേളിൽ ഒരു റൂമും. കിച്ചൺ ഉണ്ടല്ലോ, കിച്ചൺ കിടില്ല കിച്ചണാണ്. എനിക്ക് എല്ലാം കിടലാണ്. ഞാൻ എന്തൊക്കെ എന്റെ വീട്ടിൽ ചെയ്യണോ അത് എനിക്ക് എല്ലാം കിടലാണ്. അതിപ്പോ നമ്മുടെ ഇഷ്ടമായിരിക്കില്ലോ ബാക്കിയുള്ളവർക്ക്, പക്ഷെ അവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇഷ്ടത്തിനാണ് വീട് പണിയുന്നത്. ഓക്കെ, അപ്പൊ കിച്ചണൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണാ. നമ്മളുടെ ഇപ്പൊ സ്റ്റേജ് എത്തി നിൽക്കണത് എന്ന് വെച്ചാല് മൊത്തം പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഫ്ലോർ മറ്റേ കോൺക്രീറ്റ് ഇട്ടു. ഇനി നമുക്ക് വയറിങ്ങിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. വയറിങ്, പ്ലംബിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നു നാളെ സ്റ്റാർട്ട് ചെയ്തോണ്ട് വയറിങ്ങിന്റെ കുത്തിപ്പൊളികളും കാര്യങ്ങളൊക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പരിപാടികൾ കഴിഞ്ഞു അല്ലേ? പിന്നെ അധികം പരിപാടികളില്ല. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു എക്സ്പെക്ട് ചെയ്യണത് ഉണ്ട്, ഒരു 3-4 മാസം കൂടിയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യണം. നോക്കാം, ലെറ്റ്സ് സീ ഗൈസ് എപ്പോഴാണ് കഴിയാന്നുള്ളത്. ബാബാ ഇതാണ് ആരുടെ റൂമാന്നറിയാ ബേബി? മുടി പോയ എന്താ പോയിട്ടുണ്ട് വയല്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഇതാട്ടാ. ഇതാണ് ഹസി ബേബിയുടെ റൂം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നല്ല രസമുണ്ട്. വലിയ ആകാശം നോക്കി, നല്ല വെയിലുള്ളതിന്റെ പേരിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കി ഹസി ബേബി കണ്ടാ? ഇവിടെ നോക്കുമ്പോ നല്ല രസമില്ലേ കാണാൻ അല്ലേ? ശരിക്കും നല്ല രസമുണ്ടല്ലേ ഇവിടെ നോക്കുമ്പോ? ഏതുപോലെ അതെ, അവിടെ അറ്റത്തൊരു മല കാണുന്നുണ്ട്. കണ്ട അതാണ് കനകമല ഗൈസ്. പക്ഷെ ഇവിടെ നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ നോക്കി നല്ല സണ്ണി ക്ലൈമറ്റ് ആണ് ആക്ച്വലി ഇന്നത്തെ. താഴെയുള്ള ആളുകൾ വരാണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഒക്കെ കാണാം ഹസി ബേബി. പോവാം ഭയോ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളുടെ വീടിന്റെ കറണ്ട് ഒരു അപ്ഡേഷൻ. നമ്മള് കൊറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് സത്യം പറഞ്ഞാല് വീട് ഞാൻ പറഞ്ഞില്ലേ, അല്ല നമ്മള് പറഞ്ഞില്ലേ വരുന്ന വഴി ലാസ്റ്റ് വീടിന്റെ കട്ടപ്പണി അങ്ങാണ്ടായിരുന്നു നമ്മളെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. അതെ, പക്ഷെ അതും കഴിഞ്ഞ് നമ്മളിപ്പോ കൊറേ ആയി നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അന്ന് വന്നപ്പോഴാണെങ്കിലും നമ്മള് അമ്മച്ചിനെയൊക്കെ ആയിട്ട് വന്നായിരുന്നേ. യെസ്, അതെ. അപ്പൊ അത്രയ്ക്കുള്ളൂ ഗൈസ്. നമ്മൾ പോട്ടെ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ? അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പൊ നമ്മള് പോവല്ലേ? ഓക്കെ, ടാറ്റ വീടാ. ഇനി നമ്മൾ എന്നാ പരിപാടി ഇങ്ങോട്ട്? ഇനിയിപ്പോ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വരും. എല്ലാം കഴിഞ്ഞിട്ടാ? കാരണം എനിക്കിനി കുറച്ച് തിരക്കായിരിക്കും. ഓക്കെ, ബാ ഗൈസ്. അപ്പൊ നമുക്ക് പോവാം.